ദൈവത്തെ പോലും മോഷ്ടിക്കുന്ന കള്ളന്മാരുടെ നാടായി കേരളം മാറിയെന്ന് ബി.ജെ.പി. ദേശീയ സമിതി അംഗം പി.സി. ജോർജ്. ബി.ജെ.പി. ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് അനുമോദനവും പ്രവർത്തകർക്ക് ആദരവും നൽകിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പി.സി. ജോർജ്. ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്നത് യഥാർത്ഥ അയ്യപ്പ വിഗ്രഹം തന്നെയാണോ എന്ന് ആർക്കാണ് ഉറപ്പുള്ളതെന്ന ചോദ്യമാണ് പി.സി. ജോർജ് ഉയർത്തിയത്. ദൈവത്തെ പോലും മോഷ്ടിക്കുന്ന കള്ളന്മാരുടെ നാടായി കേരളം മാറിയെന്നും അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിലെ ഇടതു വലതു മുന്നണികളുടെ കൂട്ടുകെട്ട് സംസ്ഥാനത്തിന്റെ ഗതികേടാണെന്നും പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്ന ജനങ്ങളുടെ മിഥ്യാധാരണ കൊണ്ടാണ് UDFന് വോട്ട് കൂടിയതെന്നും BJP-യാണ് യഥാർത്ഥ പ്രതിപക്ഷമെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെന്നും പി.സി. ജോർജ് പറഞ്ഞു. പക്ഷേ അയാള് ശബരിമലയുടെ അയ്യപ്പനെ മോഷ്ടിക്കാൻ കൂട്ടുനിന്നോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. അയ്യപ്പ വിഗ്രഹം മോഷ്ടിക്കാനുള്ള നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ അയ്യപ്പന്റെ വിഗ്രഹം തന്നെയാണോ ഇരിക്കുന്നത്? ആർക്കാ ഉറപ്പാണോ? പറയട്ടെ. ഞാൻ പല പ്രാവശ്യപ്പെട്ടു. കണ്ടാലും അതുപോലെ തന്നെയുള്ള വിഗ്രഹം തന്നെ ഉണ്ടാക്കി വെച്ചെന്നാണ് ഇപ്പോൾ പുതുതായിട്ട് കേൾക്കുന്നത്. ദൈവം തമ്പുരാനെ പോലും മോഷ്ടിക്കുന്ന കള്ള കസ്മലന്മാരുടെ നാടായി ഈ കേരളം അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇടതുപക്ഷ വലതുപക്ഷ കൂട്ടുകെട്ടിലുള്ള ഭരണം നടക്കുന്ന കേരളത്തിന്റെ ഗതികേട് എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രമേ ഞാൻ പറയൂ. നമുക്കിതിനെതിരായി ശക്തമായി പ്രതികരിക്കാൻ കഴിയുമോ? പ്രതികരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ റിസൾട്ട് ഉണ്ടാക്കാൻ കോൺഗ്രസുകാരെ സമരം ചെയ്യുന്ന പോലെ ഏതൊരു ആഫീസറായാലും നിങ്ങൾക്ക് ഒരു സമരം. BJP മണ്ഡലം പ്രസിഡന്റ് സനീഷ് ഗോപി അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി NK ശശികുമാർ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഉഷ സുരേഷ്, BJP ഏറ്റുമാനൂർ മുനിസിപ്പൽ പ്രസിഡന്റ് സാബു KV, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മുരളീധരൻ നായർ, TR രാജേഷ് എന്നിവർ സംസാരിച്ചു. BJP-യിലേക്ക് പുതുതായി അംഗത്വമെടുത്തവരെ പി.സി. ജോർജ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.